ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളീസ് കുളീന. ഇന്ന് ഞാൻ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി അതിലേക്ക് ഒരു ബൗൾ തേങ്ങ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയിൽ അവസാനം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ വറുത്തതിന് മാറ്റുകയാണ്. ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഇത് വറുത്ത് കൊടുക്കാം. തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്. തേങ്ങ മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ 2 സവോള നല്ല സ്ലൈസ് ചെയ്ത് അരിഞ്ഞത്, തീരെ കനം കുറച്ച് അരിഞ്ഞതാണ് സവോള. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 കാശ്മീരി ചില്ലി കട്ട് ചെയ്തതും കൂടെ എൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം പകുതി നമ്മൾ വഴറ്റി എടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ലതായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം 1 കിലോയോളം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കിലോ ചിക്കനാണുള്ളത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഇച്ചിരി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് അത് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ പല ടൈപ്പിൽ ചിക്കൻ ഉണ്ടാക്കാറുണ്ട് അല്ലേ, ചിക്കൻ കറി. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വേവട്ടെ. വേകുമ്പോഴത്തേക്കും ഇതിലിടാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാൻ പോവുകയാണ്. 1 ടേബിൾ സ്പൂൺ അധികം പൊടിയാത്ത മുളക്,
മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയും, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. എന്നിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിയണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഏകദേശം ചിക്കൻ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇതിലൂടെ തട്ടിക്കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെരുംജീരകം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പെരുംജീരകം മേടിച്ചിട്ട് അതിൻ്റെ സ്വാദും മണവും അനുസരിച്ച് വേണം പെരുംജീരകം നമുക്കിതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിന് സ്വാദും മണവും കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാനതിൽ കുറച്ച് കൂടുതൽ പെരുംജീരകം ഇട്ടത്. സ്വാദും മണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ടാൽ മതിയാവും. കുറച്ചുകൂടെ ഇത് വേവട്ടെ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിലും കൂടെ മസാല പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി ഓഫ് ചെയ്യാം. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ദെൻ ചെയ്ത് നോക്കണം കേട്ടോ.